നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവന്റെ ഒരു വില് മണ്ണം കട്ട തരൂ അടിച്ചല്ലോ അവന്റെ രാവിലെ കണ്ടില്ലേ അവന്റെ ഒരു ആവില് നിന്റെ ഒരു ആവില് എല്ലാം ത്യജിച്ച് ഹിമാലയ സാനികളിൽ കായ്കനികളും ഭക്ഷിച്ച് ജീവിക്കുന്നവന് കണ്ടില്ലേ കാശ് സ്പ്രേ ചീപ്പ് കണ്ടില്ലേ അവനെ കായ്കനി ഭക്ഷിക്കാൻ പോകുന്നതിന് കാശ് എന്തിനാണ് നിനക്ക് ഈ കാശ് പിന്നെ പെർഫ്യൂമും പൗഡറും ഇട്ട് തപസിരിക്കുന്ന സന്യാസി ഇതൊക്കെ ഇട്ടുകൊണ്ട് തപസിരിക്കുന്ന എത്ര സന്യാസിമാരുണ്ടടാ നമ്മുടെ ഭാരതത്തില് പറയടാ എടാ എടാ നീ തപസിരിക്കാൻ പോവാണോ സിനിമയിൽ അഭിനയിക്കാൻ പോവാണോ? അത് പിന്നെ സന്യാസത്തിന് പോലെ കാശ് വേണ്ടേ? അവിടെ ചെന്ന് കായിനീടൊക്കെ ഭക്ഷിക്കണമെങ്കിലേ അവിടെ ചെന്നാലേ പറ്റുള്ളൂ. അതുവരെ എന്റെ ചെലവുകളൊക്കെ നടത്താൻ വേണ്ടിട്ട് ഈ കാശ്. പിന്നെ ദേഹത്തും മണം അടിക്കാതിരിക്കാൻ വേണ്ടിട്ടേ. നീ കള്ളാ പറയുന്നത്. നീ നിന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ വേണ്ടിയാ ഈ നാടകം മുഴുവൻ കളിക്കുന്നത്. നോക്ക നീ എന്റെ മുന്നിൽ നിന്ന് ഈ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ ക്ഷമിച്ചെന്ന് വരും. പക്ഷെ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കിയാലുണ്ടല്ലോ വിഷ്ണു, അത് ഈ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. നീ വാടകയ്ക്ക് ഇവരെടുത്തെന്ന് സത്യമാണോ? എടാ സത്യമാണോന്നാ ചോദിച്ചത്. പറഞ്ഞു കൊടുക്കണ അങ്ങോട്ട്. എല്ലാം ഞാൻ അറിഞ്ഞു, ഇനി ഒളിക്കൊന്നും വേണ്ട. എടാ പറയടാ സത്യമാണോ? അതെ അത് സത്യം. എടാ എന്നാ പിന്നെ നീ എന്തിനാടാ ഇങ്ങനൊരു കോമാളി വേഷമൊക്കെ കെട്ടി ഈ പേക്കുത്ത കാണിക്കുന്നേ? ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞൂടെ? നീയേ ഒരു അന്യ പെണ്ണെ കൊണ്ടല്ലോ കൂടെ താമസിക്കാൻ വേണ്ടി പോയത്. നീ താലിയിട്ട പെണ്ണല്ലോ അവള്. എടാ ആ ഒരു ചങ്കൂറ്റം പോലും കാണിക്കാൻ പറ്റാത്ത നീയൊക്കെ എന്തിനാടാ ഈ ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്നേ? ആമേ ഞാൻ ഇത്രയെങ്കിലും പറയണ്ടേ? ഇല്ലെങ്കിലേ കുറെ കൂടെ കഴിയുമ്പോ നാട്ടുകാർ എന്നോട് ചോദിക്കും, ഇവന് നട്ടെല്ലാം ഓരോ വാഴപ്പിണ്ടിയാണ് വെച്ചേക്കുന്നത്. അച്ഛാ ഇല്ലെങ്കിൽ പറയടാ, നീ നിന്റെ ഭാര്യയും കുട്ടി വാടക വീട്ടിൽ താമസിക്കാൻ പോകുന്നു പറ. പറയാൻ ധൈര്യം ഉണ്ടോടാ നിനക്ക്? ഉണ്ടെങ്കിൽ ഭാമയുടെ മുഖത്തൊക്കെ ഇപ്പൊ പറയടാ, പറ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.